ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം പ്രത്യേകമായിട്ട് നേരുകയാണ്. നമ്മളൊക്കെ ഈശോയാൽ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നമുക്കൊരൊറ്റ ദൗത്യമേ ഉള്ളൂ: ഈശോയെ സ്നേഹിക്കുക, ചുറ്റുപാടുകളിലും ഈശോയ്ക്ക് സാക്ഷ്യമായി തീരുക. നമ്മളൊക്കെ അയക്കപ്പെട്ടവരാ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്. ഈശോനെ പ്രഘോഷിക്കുവാനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും ആശംസിക്കേണ്ടത് ഈ ഈശോ നൽകുന്ന സമാധാനം. അതെല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ, അതെല്ലാ വ്യക്തികളിലും നിറയട്ടെ. ഈശോ തൻ്റെ 72 ശിഷ്യന്മാരെ ദൗത്യത്തിനായിട്ട് അയക്കുമ്പോൾ കുറേ നിർദ്ദേശങ്ങൾ അവർക്ക് ഈശോ കൊടുക്കുന്നുണ്ട്. അതിലൊരു നിർദ്ദേശം ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 5-ാം തിരുവചനം: നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. നോക്കിക്കേ, എത്ര കരുതലോട് കൂടിയ ഈശോ പറയുക. നിങ്ങളൊരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. പ്രിയ സഹോദര സഹോദരി, ഈ ഒരു മനോഭാവം നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് എടുത്തു നോക്കിയേ. നീ ഏത് വീട്ടിലോട്ട് ചെന്നാലും, ഏത് സ്ഥാപനത്തിലേക്ക് ചെന്നാലും, ഏത് വ്യക്തിയെ കണ്ടാലും നിനക്ക് സമാധാനം. മനസ്സറിഞ്ഞൊന്ന് ജീവിതത്തിൽ പറഞ്ഞു നോക്കിയേ. വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്ന കാണാം, കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കാണാം, സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കാണാം. അവിടെ നീ ഈശോയ്ക്ക് സാക്ഷ്യമായി തീരുക. പ്രിയ സഹോദര സഹോദരി, നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ അയക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്നുള്ള ബോധ്യം ഇയാൾക്ക് പ്രത്യേകമായിട്ട് അങ്ങ് നൽകണമേ. എവിടെയൊക്കെ ചെല്ലുന്നോ, ആരൊക്കെ കാണുന്നോ, അവർക്കെല്ലാം നിൻ്റെ സമാധാനം ആശംസിച്ചു കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം ഈ വ്യക്തി ഏറ്റെടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും കർത്താവെ നിൻ്റെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച്